വിരുന്നിന്റെ എല്ലാ കൊതിയന്മാരായ പ്രേക്ഷകർക്കും സ്വാദിലേക്ക് സ്വാഗതം. സ്വാദ ഇന്നും രുചിയുടെ പുതിയ തീരങ്ങൾ തേടി എത്തിയിരിക്കുന്നത് തിരുവനന്തപുരത്ത് സ്ഥിതി ചെയ്യുന്ന പ്രൗഢഗംഭീരമായ ചരിത്രമുറങ്ങുന്ന മാസ്കോട്ട് ഹോട്ടലിലാണ്. മാസ്കോട്ട് ഹോട്ടലിലെ ഏറ്റവും പരിചയസമ്പന്നരായ ഷെഫിൽ ഒരാളായ റഷീദിക്കയാണ് നമുക്ക് വേണ്ടി ഇന്ന് വളരെ ട്രഡീഷണൽ സ്റ്റൈൽഡ് അദ്ദേഹത്തിൻ്റെ തന്നെ പരീക്ഷണശാലയിൽ വിളയിച്ചെടുത്ത ഒരു വിഭവം ഒരുക്കാൻ പോകുന്നത്. സോ സ്റ്റേ ട്യൂൺഡ്. അങ്ങനെ പ്രൗഢഗംഭീരമായ മാസ്കോട്ട് ഹോട്ടലിൻ്റെ കിച്ചൺ ഏരിയയിൽ നമ്മൾ എത്തിയിരിക്കുകയാണ്. സായാഹ്നം റെസ്റ്റോറൻറ്റ്, അതായത് വൈകുന്നേരങ്ങളിൽ മാത്രം തുറക്കുന്ന സായാഹ്നം റെസ്റ്റോറൻറ്റ് കിച്ചൺ ഏരിയയിലാണ് ഞാൻ എത്തി നിൽക്കുന്നത്. എന്നോടൊപ്പം ഇന്നുള്ളത് വളരെ 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 പരിചയസമ്പന്നനായ, അതായത് ഏകദേശം 32 കൊല്ലത്തോളം മാസ്കോട്ട് ഹോട്ടലിലെ ചീഫ് കുക്കായിട്ട് സെർവ് ചെയ്ത റഷീദിക്കയാണ്. വെൽക്കം ടു ദ ഷോ ചേട്ടാ. താങ്ക് യു. അപ്പോൾ ഇന്ന് റഷീദിക്കയുടെ കയ്യിൽ നിന്ന്, അതായത് ഇദ്ദേഹം വെച്ചു വിളമ്പാത്ത പ്രശസ്തർ അല്ലെങ്കിൽ പ്രഗത്ഭർ അല്ലെങ്കിൽ രാഷ്ട്രീയ രംഗത്തുള്ളവരായാലും സിനിമാ രംഗത്തുള്ളവരായാലും വളരെ തുച്ഛമാണ്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് ഇദ്ദേഹമായിട്ട് രൂപപ്പെടുത്തിയെടുത്തിയ ഒരു വിഭവമാണ് നിങ്ങളുടെ മുമ്പിൽ നമ്മൾ പ്രസൻറ്റ് ചെയ്യാൻ പോകുന്നത്. അതിൻ്റെ പേര് ഫിഷ് ഫ്രൈ മസാല കപ്പ. ഫിഷ് ഫ്രൈ വിത്ത് മസാല കപ്പ. ഫിഷ് ഫ്രൈ മസാല കപ്പ. അതായത് ഇതിൽ ഫിഷ് മീൻ കാണും, അതിൻ്റെ കൂടെ തന്നെ കപ്പ കാണും. ഇതിനെ ഫ്രൈ ചെയ്ത് ഇതിനെ എങ്ങനെയാണ് സമന്വയിപ്പിച്ചെടുക്കുന്നതെന്നുള്ള ആ ഒരു ബിരുദാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത് കേട്ടോ. നമുക്കും ഇതൊക്കെ കൂടെ ചേർത്ത് എന്തെങ്കിലുമൊക്കെ ഇപ്പം നമുക്ക് കപ്പ ബിരിയാണി എന്ന് പറഞ്ഞ് കുറച്ച് ഫിഷൊക്കെ ഇട്ട് കൊടുക്കാൻ പറ്റും. പക്ഷേ അത് അതിൻ്റേതായ രീതിയിൽ അതിൻ്റേതായ ഒരു പരിചയത്തോടു കൂടി ചെയ്ത് കഴിഞ്ഞാൽ ഇതിന് വലിയ ഒരു മാറ്റമായിരിക്കും ഉണ്ടാക്കാൻ പോകുന്നത്. ആ മാറ്റം ഇന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റും. അതിനുള്ള ഇപ്പോൾ ചേരുവകൾ ചേട്ടൻ വളരെ വ്യക്തമായിട്ട് നമുക്ക് പറഞ്ഞു തരും. എന്തൊക്കെയാട്ടാ ചേരുവകൾ വേണ്ടത്? ചേരുവകൾ ജൂബിലി കട്ടിംഗ് ആണ്. ഇഞ്ചി ഇഞ്ചി നീളത്തിൽ കട്ട് ചെയ്തത് ജൂലിയൻ കട്ടിംഗ് അല്ലേ? ജൂലിയൻ കട്ടിംഗ്. ക്യൂബ്സ് ആയിട്ടുള്ള ചെറിയ കട്ടിംഗ് ആണ്. തക്കാളി അതിനൊക്കെ ഈ ഷേപ്പുകളിലൊക്കെ ഒരുപാട് കാര്യമുണ്ട്. ക്യൂബ്സ് ആയിട്ടാണ് കട്ട് ചെയ്തിരിക്കുന്നത്. തക്കാളി ഉണ്ട്. ഇത് സ്ലൈസ് ആണ്. സവാള സ്ലൈസ് ചെയ്തത്. പിന്നെ ഇത് ക്രസ്റ്റ് ചെയ്തതാണ്. ക്രസ്റ്റ് പേസ്റ്റ് എന്ന് പറയാൻ പറ്റത്തില്ല. ജിഞ്ചർ പേസ്റ്റ് എന്ന് പറയാം. ഗാർലിക് പേസ്റ്റ് എന്ന് പറയാം. ജിഞ്ചർ പേസ്റ്റും ഗാർലിക് പേസ്റ്റും ഉണ്ട്. കപ്പ ആവശ്യത്തിനുണ്ട്. അത് അതിന്റെയും വലിപ്പം കേട്ടോ, ഒരുപാട് വലുതല്ല, ഒരു മീഡിയം സൈസിൽ. പിന്നെ പാകത്തിന് ഉപ്പുണ്ട്, കടുകുണ്ട്, കൊറിയാണ്ടർ പൗഡർ, മല്ലിപ്പൊടി, ചില്ലി പൗഡർ, മുളക് പൊടി. ഇത് സ്ലൈസ് ചെയ്ത് വെച്ചിരിക്കുക. വെളുത്തുള്ളിയും ഇതുപോലെ നീളത്തിൽ ജൂലിയൻ കട്ടിംഗ്, കറിവേപ്പില, വറ്റൽമുളക്, മഞ്ഞപ്പൊടി. ശരി. ഇത് നമ്മുടെ ഇത് സാദാപ്പുളി. ഇത് കൊടംപുളി. അപ്പോൾ കൊടംപുളി ഉണ്ട്, വാളംപുളി ഉണ്ട്. പിന്നെ എണ്ണ, ഇത് ഓയിൽ, വെളിച്ചെണ്ണ. പിന്നെ മീൻ എടുത്തേക്കുന്നത് ഏതാണ് ഏട്ടാ? മീൻ എടുത്തിരിക്കുന്നത് ശീലാവ്. ഊളിന്നും പറയും അല്ലേ? ശീലാവാണ്. ശരി, തുടങ്ങാം ചേട്ടാ. തുടക്കത്തിൽ തന്നെ അത് ഫിഷ് ഫ്രൈ ചെയ്യാൻ പോവാം. എനിക്ക് തോന്നുന്നു ഇത് നമ്മൾ ഓൾറെഡി അതിനെ നമ്മൾ മസാലയൊക്കെ പുരട്ടി കുട്ടപ്പന്മാരാക്കി വെച്ചിട്ടുണ്ടല്ലേ? അരമണിക്കൂർ നമ്മൾ മസാല പറ്റി വെച്ചിരുന്നാൽ കംപ്ലീറ്റ് മസാലയിൽ. ഈ മസാലയിൽ എന്തൊക്കെയുണ്ട് ചേട്ടാ? ഈ മസാലയിൽ ജിഞ്ചർ പേസ്റ്റ്, ഗാർലിക് പേസ്റ്റ്, ശരി, മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞപ്പൊടി, പിന്നെ നാരങ്ങ നീര്, അല്ലെങ്കിൽ നമുക്ക് വിനാഗിരി ഒഴിക്കും മതി. അപ്പോൾ ഇതിലുള്ളത് ഇപ്പം മീൻ ഓൾറെഡി ഉപ്പ്, പാകത്തിന് ഉപ്പും വേണം. അപ്പോൾ ഇതിൽ ഓൾറെഡി നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചേക്കാണ്. അതായത് ഈ മീനിലേക്ക് നമ്മൾ ഇഞ്ചി പേസ്റ്റ് ഉണ്ട്, വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ട്, മുളക് പൊടിയുണ്ട്, മഞ്ഞൾപ്പൊടിയുണ്ട്, പാകത്തിന് ഉപ്പുണ്ട്, വിനാഗിരിയുണ്ട്. പിന്നെ എന്തെങ്കിലും ഞാൻ വിട്ടുപോയോ? ഇല്ല, എല്ലാം പറഞ്ഞിട്ടുണ്ട്. ഇത് പുരട്ടി ഒരു അരമണിക്കൂർ നേരത്തേക്ക് വെച്ചേക്കാണ്. എടുത്തേക്കുന്ന മീൻ ചീലാവെന്ന് പറയും, ഇല്ലെങ്കിൽ ചേട്ടൻ്റെ ഭാഷയിൽ ഊളി എന്ന് പറയും. ഇനി അങ്ങോട്ട് വടക്കോട്ട് ചിലപ്പോൾ വേറെയും ഭാഷയിൽ ഇത് വേറെ പേരിലൊക്കെ അറിയപ്പെടാം. ഇതില്ലാന്നുണ്ടെങ്കിൽ വേറെ ഏത് മീൻ നമുക്ക് ഇതിൽ ഉപയോഗിക്കാം? പാര. അയല ഉപയോഗിക്കാം. ചാള പറ്റില്ല, മുള്ളുള്ളത് കൊണ്ട്. മുള്ളു കുറവുള്ളത് വേണം ഉപയോഗിക്കാൻ അല്ലേ? അപ്പോൾ ഇതിപ്പോൾ നമ്മൾ എടുത്തേക്കുന്ന ചീലാവാണ്. ശരി, തുടങ്ങാം. അങ്ങനെ ചൂടായ പാനിലേക്ക് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അടുത്ത ഫിഷ് ഇടാൻ പോവുകയാണ്. ആയിക്കോട്ടെ ഏട്ടാ. അപ്പോൾ ചീലാവാണ് എടുത്തേക്കുന്നത്. അരമണിക്കൂർ മുമ്പേ മാരിനേറ്റ് ചെയ്ത് വെച്ചതാണ്. അതിട്ട് കൊടുക്കുകയാണ്. അങ്ങനെ മീൻ മുഴുവൻ നമ്മൾ വറുക്കാനായിട്ട് അവിടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ സമയം കൊണ്ട് ബാക്കിയുള്ള മസാല നമുക്ക് റെഡിയാക്കാം. അപ്പോൾ ഇപ്പുറത്തെ ചട്ടിയിൽ നമ്മൾ മസാല റെഡിയാക്കാൻ പോവുകയാണ്. അതിനും വെളിച്ചെണ്ണ തന്നെയാണ് ഉപയോഗിക്കുന്നത്. ശരി. കടുക്. ഈ കടുക് ഇടുമ്പോഴാണ് ഈ പാചകത്തിന് യഥാർത്ഥത്തിലൊരു സൗണ്ട് എഫക്റ്റ്, ഒരു ഡോൾബി എഫക്റ്റ് വരുന്നത് അല്ലേ? ഇനിയും അത് കഴിഞ്ഞാൽ വറ്റൽമുളക് ഇട്ട് കൊടുക്കുകയാണ്. സവാള ഇട്ട് കൊടുത്തു. ചേട്ടാ, ഇതിൻ്റെ കണക്ക് നമ്മൾ പറയാൻ വിട്ടുപോയി. നമ്മൾ എത്ര മീനാണ് എടുത്തേക്കുന്നത്? എത്ര കിലോ മീൻ എടുത്തിട്ടുണ്ട്? 300 ഗ്രാം മീൻ. അപ്പോൾ സവാളയാണെങ്കിലോ? 3 എണ്ണമാണ് ഇവിടെ നമ്മൾ നീളത്തിൽ അരിഞ്ഞേക്കുന്നത്. സ്ലൈസ് ചെയ്ത് സവാള ഇട്ട് കൊടുത്തേക്കുന്നത് 3 എണ്ണം.
2 ടൊമാറ്റോ 2 തക്കാളി 2. ശരി. ഇനി ഇതൊന്ന് നമ്മൾ നന്നായിട്ട് വഴറ്റിയെടുക്കണോ? വഴറ്റിയെടുക്കണം. മറ്റേ ഗോൾഡൻ ബ്രൗൺ കളർ അത്രയും വരണം. നന്നായിട്ട് വഴറ്റിയെടുക്കണം. നല്ലൊരു പൊൻനിറം ആകുന്നവരെ നമ്മൾ നന്നായിട്ട് വഴറ്റിയെടുക്കണം. അപ്പോൾ ഇത് ഒരു പൊൻനിറം ഏകദേശമായി തുടങ്ങി. ചേട്ടാ, ഇതിനിടയ്ക്ക് വേറെ വല്ല പരിപാടിയും ഉണ്ടോ? ഇഞ്ചി ചേർക്കണം. ഇഞ്ചി നമ്മൾ ചേർത്തില്ല അല്ലേ? ചേർത്തില്ല. നേരത്തെ ചേർത്താലേ അടിയിൽ പിടിക്കും. അതുകൊണ്ടാണ് ആദ്യമേ ചേർക്കാത്തത് അല്ലേ? അങ്ങനെ ഒരു കാര്യമുണ്ട്. നമ്മുടെ ജൂലിയൻ കട്ട് ഇഞ്ചി, നീളത്തിൽ കട്ട് ചെയ്ത ഇഞ്ചി വെച്ചിട്ടുണ്ട്. അത് ആദ്യമേ ചേർക്കാത്തതിൻ്റെ ഒരു പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ അത് അടിയിൽ പിടിക്കും. അതപ്പോൾ അത് ഏകദേശം ഒരു 1/4 പരുവാകുമ്പോഴത്തേക്ക് നമുക്ക് ചേർക്കാം. ഇഞ്ചി എത്ര ആയിട്ടാണ് എടുത്തേക്കുന്നത്? ഇഞ്ചി എടുത്തിരിക്കുന്നത് 100 ഗ്രാം. 100 ഗ്രാം നമ്മൾ വേണ്ട. എത്ര വേണ്ടി വരും? നമുക്കൊരു ഉദ്ദേശം 30 ഗ്രാം. ഒരു ഉദ്ദേശം ഒരു 30 ഗ്രാം നമുക്ക് വേണ്ടി വരും. അത് നീളത്തിൽ കട്ട് ചെയ്ത് തന്നെ വേണം. അതിലൊക്കെ ഓരോ കാര്യങ്ങളുണ്ട് അല്ലേ? കാര്യങ്ങളുണ്ട്. അതിലൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇനി അടുത്ത വെളുത്തുള്ളി, അത് നീളത്തിൽ അത് 10 ഗ്രാം. ഇനി അടുത്ത തക്കാളി, അത് ക്യൂബ്സ് പോലെ കട്ട് ചെയ്ത് കേട്ടോ. 3 തക്കാളി. ശരി. ഇവ ചേട്ടൻ നമ്മുടെ പരിപാടിയുടെ ഗുട്ടൻസ് ഒക്കെ പിടികിട്ടി എല്ലാം പറഞ്ഞു തരുന്നുണ്ട് വളരെ വ്യക്തമായിട്ട്. കുറച്ച് കറിവേപ്പില ഇട്ടില്ല. കറിവേപ്പില ആയിക്കോട്ടെ. കറിവേപ്പിലയൊക്കെ നമ്മുടെ മനോധർമ്മം പോലെ കേട്ടോ അല്ലേ? ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇനി അടുത്ത പൊടികളാണ് നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്നത്. മുളക് പൊടിയുണ്ട്, മഞ്ഞൾപ്പൊടിയുണ്ട്, മല്ലിപ്പൊടിയുണ്ട്. ഇത്രയും സംഭവങ്ങളാണ് പൊടികളുടെ കൂട്ടത്തിൽ ഇവിടെ ഉള്ളത്. വേറെ ആരും ഇല്ല. മഞ്ഞൾപ്പൊടി 1/4 സ്പൂൺ. 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി. മല്ലിപ്പൊടി 2 സ്പൂൺ. കൂന കൂട്ടിയാണേ. കൂന കൂട്ടി 2 സ്പൂൺ. മുളക് പൊടി അതും 2 സ്പൂൺ. 2.25 സ്പൂൺ. ഇതിലപ്പോൾ എരിയുടെ റോള് പ്ലേ ചെയ്യാൻ 2 പേരാണുള്ളത്. ഒന്ന് മുളക് പൊടിയുണ്ട്, വറ്റൽ മുളകും ഉണ്ട് കേട്ടോ. അത് പുളി 2 എടുത്തിട്ടുണ്ട്. അത് വാളംപുളി എടുത്തിട്ടുണ്ട്, കുടംപുളി എടുത്തിട്ടുണ്ട്. അതിലേതാണ് നമ്മളിപ്പോൾ എടുക്കുന്നത്? കുടംപുളി. ശരി. കുടംപുളി എടുക്കുകയാണ്. വെള്ളം ചേർത്തിട്ടില്ല. കുടംപുളിയുടെ വെള്ളം ചേർക്കാം. അത്രയേ ഉള്ളൂ. അല്ല, കുടംപുളിയും ചേർക്കുന്നുണ്ട്. കുടംപുളിയുടെ വെള്ളം ചേർത്തിട്ടുണ്ട്. ഇതുവരെ അതിൽ വെള്ളം ചേർത്തിട്ടില്ല. ഇപ്പം കുടംപുളി ഇട്ട് വെച്ചിരുന്ന വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കൂട്ടത്തിൽ കുടംപുളി. കുടംപുളിക്ക് പുറകെ വാളംപുളിയും ചേർത്തു. ശരി. അതായത് എല്ലാം തികഞ്ഞൊരു നാടൻ വിഭവമാണ് നിങ്ങളുടെ മുമ്പിൽ നിന്ന് അവതരിക്കാൻ പോകുന്നത്. തുടക്കത്തിൽ തന്നെ ഇദ്ദേഹത്തിൻ്റെ പരിചയസമ്പന്നത ഞാൻ വിവരിക്കുമ്പോൾ എനിക്ക് ഇത്രത്തോളം നല്ലൊരു വിഭവവും അതിൻ്റെ ഒരു ചേരുവയാണ് മുമ്പ് വെളിയിൽ വരാൻ പോകുന്നതെന്ന് അറിഞ്ഞില്ല. പക്ഷേ ഇപ്പം എല്ലാം കൊണ്ട് ഉറപ്പായിട്ടുണ്ട്. ഇനി ചേട്ടാ, ഇനി മീനെടുത്തതിലേക്ക് ചേർക്കാം. പാകത്തിന് ഉപ്പ് ചേർക്കാം. പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മസാല കണ്ടാൽ തന്നെ നമുക്കറിയാം. ഉണ്ണിയെ കണ്ടാൽ അറിയാം ഊരിലെ പഞ്ഞം എന്ന് പറഞ്ഞാൽ മസാല കണ്ടാൽ അറിയാം വിഭവത്തിൻ്റെ കേമത്തം കേട്ടോ. കാര്യം അത്ര കളറാണ്, നല്ല ഡാർക്ക് ബ്രൗൺ കളറാണ്. ഫ്ലേവറിൻ്റെ കാര്യത്തിലും ഒട്ടും പുറകിലോട്ടല്ല. എന്തായാലും കാത്തിരിക്കാം നല്ലൊരു ചേട്ടന് വേണ്ടി. ശരി, അതും കൂടെ ഇങ്ങോട്ട് തട്ടിക്കോ കേട്ടോ. അപ്പോൾ എന്തായാലും ഇത്രയൊക്കെ ചെയ്ത് ക്ഷീണിച്ച ചേട്ടന് ഒരു ചെറിയ ഇടവേള കൊടുക്കാൻ സ്വാദ് തയ്യാറായിരിക്കുകയാണ്. നമ്മുടെ ക്യാമറയിൽ നോക്കി ചേട്ടൻ വളരെ മിടുക്കനായിട്ട് വരണം. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം തിരിച്ചു വരാം. പറഞ്ഞു ചേട്ടാ. ചെറിയ ഇടവേളയ്ക്ക് ശേഷം നമുക്ക് തിരിച്ചു വരാം. ഓക്കെ.